ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കിഡിലൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടിരിക്കുന്ന ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഒരു 4 ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓട്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്ന അളവ് എന്ന് പറയുന്നെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 7 ചെറിയ പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ബൂസ്റ്റ് അല്ലെങ്കിൽ ബോൺവിറ്റ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ആ ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ബോൺവിറ്റ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ ഈ മൈദയും ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാനായിട്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പാലാണ്. പാല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വെള്ളം ഒഴിച്ചും അരച്ചെടുക്കാം. പക്ഷെ നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവത്തിലായിരിക്കണം, ഇത്രയും ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം, അധികം അങ്ങ് ലൂസാകാനും പാടില്ല. അപ്പോൾ നമുക്കിനി ഇത് ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ശരിക്കും നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒന്നുമില്ല, നമുക്കിത് നമ്മുടെ തവയിലോട്ട് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പാൻ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഗീയോ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം അത് നമുക്ക് ആ ഒരു സമയത്ത് നമ്മളത് യൂസ് ചെയ്യുന്ന ശരിയല്ലല്ലോ, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പം ഈ ലൈറ്റായിട്ട് എണ്ണ തൂത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ എണ്ണ തൂത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന പാൻ കേക്കാണ് ഇത്. നമ്മൾ ഹണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് ഉപയോഗിച്ചോ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട്. ബൈ.